BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. പ്രതിപക്ഷ നേതൃസ്ഥാനം പിണറായി വിജയനെ ഒഴിയണമെന്ന CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ആവശ്യമുയർന്നുണ്ട്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയും രൂക്ഷമായ വിമർശനമാണ് ഉയരുന്നത്. തെരഞ്ഞെടുപ്പ് നേരിടാൻ പറ്റിയ സംഘടനാ സംവിധാനം ജില്ലയിൽ ഉണ്ടായില്ല. സുധാകരൻ ഉയർത്തിയ വെല്ലുവിളിയെ പ്രതിരോധിക്കാനായില്ല. പിണറായിക്കെതിരായ ജനവികാരം ശക്തമായിരുന്നുവെന്നതും മറച്ചുവെച്ചിട്ട് കാര്യമില്ല. സംസ്ഥാന സെക്രട്ടറി ബ്രാഞ്ച് സെക്രട്ടറിയുടെ നിലവാരം പോലും ഇല്ലാതെയാണ് സംസാരിക്കുന്നത്. ഇത്തരം രീതി തുടർന്നാൽ ഇനിയൊരിക്കലും കേരളത്തിൽ അധികാരത്തിൽ വരില്ല. സുധാകരനെ നേരത്തെ പുറത്താക്കണമായിരുന്നു. പിണറായി വിജയന്റെ ഡാഷ് മോൻ പ്രയോഗം ഉചിതമായില്ലെന്നും വിമർശനമുണ്ടായി. MV ഗോവിന്ദന്റെ ഭാര്യയെ മത്സരിപ്പിച്ചത് തെറ്റായിപ്പോയി. സംസ്ഥാന കമ്മിറ്റി പുനഃസംഘടിപ്പിക്കണം. അമ്പലപ്പുഴയിൽ ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായതാണ് പരാജയ കാരണം. ജില്ലാ സെക്രട്ടറി R നാസറിനെതിരെയും രൂക്ഷ വിമർശനമുയർന്നിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം നാസർ നടത്തിയ പരാമർശങ്ങൾ അനുചിതമാണ്. പ്രതിഭയെ പറ്റി പറഞ്ഞത് പാർട്ടിയെ സംശയനീയലാക്കുന്ന പരാമർശമായിരുന്നു വിമർശിച്ചു. അതേസമയം സുധാകരനെ പിണക്കാതെ അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാക്കണമെന്നും അഭിപ്രായമുയർന്നു. സുധാകരനെ സ്ഥാനാർത്ഥിയാക്കിയിരുന്നെങ്കിൽ ജില്ലയിലെ കനത്ത പരാജയം ഒഴിവാക്കാമായിരുന്നു. അമ്പലപ്പുഴയിൽ സുധാകരനും കായംകുളത്ത് CS സുജാതയും ആലപ്പുഴയിൽ R നാസറും അരൂരിൽ തോമസ് ഐസക്കും മത്സരിക്കണമായിരുന്നു. സുധാകരന്റെ തണലിൽ വഴിവിട്ട് വളർന്ന നേതാക്കൾ തന്നെ അദ്ദേഹം പാർട്ടി വിട്ടു പോകുന്നതിനും കാരണക്കാരായി. 2 വർഷം മുമ്പേ സുധാകരൻ പാർട്ടിയെ ആക്രമിച്ചു തുടങ്ങിയെങ്കിലും വേണ്ട സമയത്ത് നേതൃത്വം മറുപടി നൽകിയില്ലെന്നും ആരോപണമുണ്ട്. അതേസമയം നിലവിലെ തിരിച്ചടികളെ അതിജീവിച്ച് LDF കൂടുതൽ കരുത്തോടെ തിരിച്ചു വരുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കി മാറ്റിയിട്ടും പൊതുവികസന പദ്ധതികൾ നടപ്പിലാക്കിയിട്ടും എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന പരിശോധന നടക്കുകയാണ്. വലിയ തിരിച്ചടികൾ ഉണ്ടായ ശേഷം തിരിച്ചുവന്ന മുൻ ഉദാഹരണങ്ങളും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.